ചമ്മന്തിപ്പൊടി അഥവാ ഗൺ പൗഡർ. പണ്ടൊക്കെ വെക്കേഷനിൽ നാട്ടിലേക്ക് പോകുമ്പോൾ ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോൾ എൻ്റെ റിലേറ്റീവ്സൊക്കെ അതെന്താ സംഭവം എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഈ സംഭവം അറിയാം. ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ ഹൗസ് ഓണർ അമ്മൂമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് റോസ്റ്റഡ് കടല 1 കപ്പ്, പിന്നെ ഡ്രൈ കൊക്കോനട്ട് 1/2 കപ്പ്, പിന്നെ ഗാർലിക് 1/4 കപ്പ്, ആവശ്യത്തിന് സോൾട്ടും പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും. നിങ്ങൾ എരിവ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ഞാൻ എടുത്ത അത്രയും ചില്ലി പൗഡർ എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ചോളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ജാർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഡ്രൈ കൊക്കോനട്ട് ആൻഡ് ഗാർലിക്സ് ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല, ഒരു കോഴ്സ് പേസ്റ്റ് ഗ്രൈൻഡ് ചെയ്താൽ മതി. പിന്നെ ഗാർലിക്കിൻ്റെ തൊലി ഞാൻ എടുത്തിട്ടില്ല, തൊലിയോടൊക്കെ ഇടുന്നതാണ് അതിൻ്റേതായ ടേസ്റ്റ്. അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് റോസ്റ്റഡ് കടല ചേർക്കാം, എന്നിട്ട് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് പൗഡർ പോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചില്ലി പൗഡർ ചേർക്കാം. നന്നായിട്ട് ഗ്രൈൻഡായി കിട്ടിയിട്ടുണ്ട്. ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ആന്ധ്രയിൽ നല്ല എരിവ് കൂട്ടുന്ന ആൾക്കാരാണ് അധികം, അതുകൊണ്ട് എനിക്കും അത്ര എരിവ് നിർബന്ധമാണ്. നിങ്ങൾക്ക് കുറച്ച് എരിവ് മതിയെങ്കിൽ കുറച്ചാൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ റോസ്റ്റഡ് കടല പൗഡർ റെഡിയായി കഴിഞ്ഞു. ഇത് ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അങ്ങനെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അതുപോലെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടി ഉണ്ടെങ്കിൽ സംഗതി സെറ്റായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൗഡറാണ്. ഒട്ടും സമയമില്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ചമ്മന്തി പൗഡർ ഉണ്ടാക്കി വെച്ചാൽ കാര്യം എളുപ്പത്തിൽ കഴിയും. ഇനി രണ്ടാമത്തെ പൗഡർ നോക്കാം. അതിനു വേണ്ടി ഇവിടെ 1 കപ്പ് ഉണക്കമുളകാണ് എടുത്തത്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ 1 സ്പൂൺ പരിപ്പ്, 1 സ്പൂൺ കൊറിയാണ്ടർ, 1 സ്പൂൺ ഉഴുന്ന്, സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂണാണ്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു ചെറിയ നാരങ്ങ സൈസിൽ പുളി, പിന്നെ ഒരു 7-8 ഗാർലിക്, പിന്നെ ആവശ്യത്തിന് ജീരകം, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്റ്റൗവിൽ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. 1 ടീസ്പൂൺ ഓയിൽ മതി. ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് ഡ്രൈ ചില്ലീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയമിൽ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ വേറെ സ്പെഷ്യലായിട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് എരിവ് കൂടുതൽ വേണമെന്നവർ കുറച്ച് കൂടുതൽ മുളകെടുക്കുക, കുറച്ച് മതി എന്നുള്ളവർ കുറച്ച് മുളകെടുത്താൽ മതി.
ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ അതേ കടായിലേക്ക് പരിപ്പ്, ഉഴുന്ന്, കൊറിയാണ്ടർ, വേപ്പില, ജീരകം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഫ്ലെയിം മീഡിയമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ആക്കാൻ. ജീരകം ഞാൻ ഫസ്റ്റ് ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. ഫൈനലി നമുക്ക് ഇതിലേക്ക് പുളി ചേർക്കണം. അങ്ങനെ പുളിയും കൂടി ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയി. അങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. എല്ലാം കൂടി മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗാർലിക് പിന്നെ ആവശ്യത്തിന് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കോഴ്സ് പേസ്റ്റിൽ മതി. അങ്ങനെ നമ്മളെ ഡ്രൈ ചില്ലി പൗഡർ ഗ്രൈൻഡായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ നെയ്യ് കൂട്ടി കഴിക്കുന്നവർ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇഡ്ഡലിയും ദോശയും അപ്പം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു പൗഡറാണ്. മിക്ക ദിവസങ്ങളും വീട്ടിൽ ഇഷ്ടമില്ലാത്തൊരു കറിയാണെങ്കിൽ ഞാൻ ഈ പൗഡറൊക്കെ കൂട്ടി ചോറ് കഴിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ please do subscribe my channel. So see you all in another video.